ഹരേ കൃഷ്ണ. മനുഷ്യരെപ്പോഴും അസ്വസ്ഥരാവുന്നത് ആശങ്ക അവനുള്ളിൽ കുടിയേറുമ്പോഴാണ്. മറ്റുള്ളവർ എന്നെക്കുറിച്ച് എന്ത് ചിന്തിക്കും എന്നുള്ളതിനെ കുറിച്ചുള്ള ആശങ്ക നമ്മുടെയൊക്കെ മനസ്സിൽ കുടിയേറുമ്പോഴാണ് നമുക്ക് വളരെയധികം അസ്വസ്ഥത ഉണ്ടായിത്തീരുന്നത്. ഇതേ സമയം നമ്മൾ ഒരു കാര്യം മനസ്സിൽ ഓർക്കേണ്ടതാണ്. നമുക്കെപ്പോഴും നമുക്ക് ചുറ്റുമുള്ള എല്ലാവരെയും സന്തോഷിപ്പിച്ച് തൃപ്തരാക്കി മുന്നോട്ട് പോകാനായിട്ട് സാധിക്കില്ല. മഹായോദ്ധാക്കളായ പഞ്ചപാണ്ഡവർക്കെതിരെ നിന്ന ആൾക്കാരെന്ന് പറയുന്നത് 100 കൗരവാദികളായിരുന്നു. മാത്രമല്ല അവർക്കെതിരെ നിന്ന് യുദ്ധം ചെയ്തതാവട്ടെ അവരെക്കാൾ പ്രഗത്ഭരായ ആൾക്കാരായിരുന്നു. അതിൽ ഒരാളായ പഞ്ചപാണ്ഡവരിൽ ഒരാളായ അർജുനന് ഇതേ സംശയം ഉണ്ടായിരുന്നു. ഞാൻ എങ്ങനെയാണ് എൻ്റെ സഹോദരന്മാരുടെയും എൻ്റെ ആചാര്യന്മാരുടെയും എൻ്റെ ബന്ധുക്കളുടെയൊക്കെ എതിരെ നിന്ന് യുദ്ധം ചെയ്യുക, അവരെന്നെ കുറിച്ച് എന്തായിരിക്കും ചിന്തിക്കുക എന്നുള്ള ഈ ഒരു ആശങ്ക അർജുനന്റെ മനസ്സിലും ഉണ്ടായിരുന്നു. അവർക്കെതിരെ യുദ്ധം ചെയ്ത് ഞാൻ എന്താണ് നേടാൻ പോകുന്നത് എന്ന് സാക്ഷാൽ ഭഗവാനോട് ചോദിച്ച സമയത്ത് ഭഗവാനാണ് ആ മഹാഗീതോപദേശം അർജുനനും ഈ സർവ്വമാനവർക്കായിട്ട് ഉപദേശിച്ചു കൊടുക്കുന്നത്. അതിൽ ഭഗവാൻ നല്ല വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ധർമ്മത്തെ പുനഃസ്ഥാപിക്കാനായിട്ടാണ് ഈ യുദ്ധം എന്ന്. അപ്പോ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാടധികം അധർമ്മങ്ങൾ നടക്കും. അപ്പൊ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ധർമ്മത്തെ പുനഃസ്ഥാപിക്കാനായിട്ട് നിങ്ങൾ ഉറപ്പായിട്ടും നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യണം. അതിൽ മറ്റുള്ളവർ എന്ത് ചിന്തിക്കും എന്നുള്ള ചിന്തയിൽ നിങ്ങളുടെ ജീവിതത്തിൽ യാതൊരു പ്രസക്തിയും ഇല്ല. അതുകൊണ്ട് ആയുധം എടുത്തോളൂ, എന്നിട്ട് നിങ്ങൾക്കായുള്ള യുദ്ധം നിങ്ങൾ ചെയ്തോളൂ. ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഹരേ കൃഷ്ണ.